പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ബോധോദയം നൽകലാണ് അടിസ്ഥാനപരമായി ഗീതാ സന്ദേശത്തിന്റെ ആധാരമെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ബൈബിളിനെയും സാന്ദർഭികമായി ഞാൻ എടുത്തു കാട്ടാം. ബൈബിളും അതിഭംഗിയായി ഈ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ എടുത്തു പറയുന്നുണ്ട്. യെശയ്യാവ് അധ്യായം ഞാനൊന്നുകൂടി ഇന്നലെ ഫാദർമാരെ വിളിച്ച് ഉറപ്പുവരുത്തി, ഞാൻ പറയുന്ന വ്യാഖ്യാനമായി പോകരുതല്ലോ എന്ന നിലക്ക്. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന യെശയ്യാവ് അധ്യായത്തിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായം 1, 2, 3, 4, 5, 6, 7 വചനങ്ങൾ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിലനിൽക്കുകയില്ല. പണ്ടവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകും. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. അതായത് മനുഷ്യന്റെ ആയുധത്തെ യെശയ്യാവിന്റെ സന്ദേശം പറയുകയാണ്. പ്രവാചകൻ ആ മനുഷ്യനെ ആക്രമിക്കുന്ന ദണ്ഡിനെ ഒടിച്ചു കളഞ്ഞ രീതി പറയുക. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്കീരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിപ്പിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാവുകയില്ല. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സയ്യിദുന ദാവൂദ്. മഹാനായ സയ്യിദുന ദാവൂദ് ആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മ വഅല്ലമഹു മിമ്മാ യശാ. ഒരു വലിയ സാമ്രാജ്യം കിട്ടിയപ്പോൾ ആ സാമ്രാജ്യം സമാധാനത്തിന് വേണ്ടി നൽകി എന്ന് പറയുക. ആരൊക്കെ അക്രമിയും ആരൊക്കെ അരാജകത്വവാദിയുമാകുന്നോ അവന്റെയൊക്കെ കൈപിടിക്കാൻ വേണ്ടിയാണ് സയ്യിദുന ദാവൂദ് വന്നത്. സബൂർ വേദത്തിന്റെ ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹാനായ സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി ആ ഭാഗം സംസാരിക്കുന്നില്ല, സാന്ദർഭികമായി അതാണ് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു മതത്തിന്റെ അനുയായി നമ്മളിവിടെ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ ഇസ്ലാം, ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം, ഹൈന്ദവ മതം, ക്രിസ്തവ മതം, ഇതെല്ലാം സമാധാന സന്ദേശത്തിൽ അധിഷ്ഠിതമാണ്. ആ മതങ്ങളുടെ ഒക്കെ അവസാനം എന്ത്, അതിന്റെ സത്യം മിഥ്യ എന്ത്, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നതിനല്ല സത്യത്തിൽ അടിസ്ഥാനപരമായ ഇന്നത്തെ സാഹചര്യം. പകരം ആ അനുയായികൾ അതിലേക്ക് മടങ്ങിയാലും ലോക സമാധാനം ഉണ്ടാകും എന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ്. ഇത് ഗൗരവമായി നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ കാര്യം പുണ്യനബിയല്ലേ ഏറ്റവും വലിയ മാതൃക. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പേര്? സർവ്വലോകത്തിനും കാരുണ്യമാണ് മുഹമ്മദ് നബി. ഉറക്കെ പറയണം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വലോകത്തിന്റെയും കാരുണ്യമാകുന്നു. കാരുണ്യമെന്ന പേര് തന്നെ കാരുണ്യമെന്ന. അപ്പോൾ ഒരാൾ കരുണയോട് കാണിക്കുന്ന നീതി അവന്റെ പ്രവാചകനോട് കാണിക്കുന്ന നീതിയാണ്. ഇസ്ലാം കാരുണ്യമാണ്. ഖുർആൻ അങ്ങനെയാ പരിചയപ്പെടുത്തിയത്. അങ്ങെങ്ങാനും അങ്ങയുടെ കാരുണ്യ മനസ്സുകൊണ്ടാണ്, അള്ളാഹുവിൽ നിന്ന് അങ്ങേക്ക് കാരുണ്യ മനസ്സ് കിട്ടി. ആ കാരുണ്യ മനസ്സുകൊണ്ടാണ് അങ്ങേക്ക് ഈ സമൂഹത്തെ മുഴുവനും കൂടെ നിർത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. അങ്ങെങ്ങാനും പരിശുദ്ധയായിരുന്നുവെങ്കിൽ ലോകം മുഴുവനും അങ്ങയെ തൊട്ട് ഓടി ഒളിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി കാരുണ്യമാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും അടിസ്ഥാനമാണ് ഖുർആനല്ലേ വേദഗ്രന്ഥം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. കാരുണ്യമാണ് അടിത്തറ. അത് കരുണയാണ്, എല്ലാം കരുണയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആരാ ദോഷിയാവുക? ദോഷിയുടെ പേര് പുണ്യനബി പറഞ്ഞു. ദോഷി എന്നാൽ കരുണയില്ല. നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ രാജ്യല്ലേ, ഇവിടെ നീതിയില്ലേ, ഇവിടെ പോലീസില്ലേ?
എന്തു ചെയ്തവനായാലും എന്തോ ചെയ്തു അയാൾ എന്തു ചെയ്തവനാണ്. രാജ്യമില്ലേ, നീതിയില്ലേ? ഒരു മനുഷ്യൻ അയാളുടെ ആചാര മതവിശ്വാസപ്രകാരം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പുണ്യനബി പുണ്യനബി എങ്ങനെ മനുഷ്യ അതിന് കഴിയുക? എങ്ങനെ ഇത് കഴിഞ്ഞു? എങ്ങനെ ചെയ്തു? എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? പൂജാമുറികളിലും മണ്ഡപങ്ങളിലും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്നവരെ കണ്ടാലും വാളുയർത്തരുത് എന്ന് പുണ്യനബി പറഞ്ഞല്ലോ. ഇത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പടയെ അയച്ചപ്പോൾ പറഞ്ഞല്ലോ, ഖുർആൻ ഊന്നി പറഞ്ഞല്ലോ. അതായത് പൂജാമുറിയിൽ ഇരിക്കുന്നവരെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ മുന്നിൽ പരസ്യമായി ഇരിക്കുന്നവരെയോ കണ്ടാൽ പോലും വാളുയർത്തരുതെന്ന് പറഞ്ഞല്ലോ. അത് അവരുടെ വീക്ഷണ പ്രകാരമുള്ള ഒരു സമാധാനത്തിന്റെ അർത്ഥനയാണ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ രാവിലെ തൻ്റെ കുടുംബത്തോട് കൂടെ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരിക. നേരത്തെ പറഞ്ഞ ഫാദർ വിൻസെന്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു മലിനങ്ങളും പായലുകളും കെട്ടിക്കിടന്ന മനസ്സിന്റെ ശുദ്ധീകരണം, അതെന്തോ അത് ആ വിശ്വാസത്തിന്റെ സമാധാനമല്ലേ? അതിനൊരു വകവെച്ചു കൊടുക്കണ്ടേ? ആ മനുഷ്യനെ മലർത്തി കിടത്തിയിട്ട് കൈവെട്ടിക്കളയും. തിരിച്ച് തൻ്റെ സ്വന്തം പ്രവാചകനെ കുറിച്ച് അപരാധം പറഞ്ഞു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് രാജ്യത്ത് നിയമമില്ലേ? രാജ്യത്ത് നിയമവും നീതിയും ഒക്കെ ഇല്ലേ? അത് നീതിയും നിയമം സ്ഥാപിച്ച് അത് അതിൻ്റെ കസേരകളിൽ ഇരുത്തിയവർ പറയേണ്ടതല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹുവിന്റെ ദീനിന് പൂർണ്ണമായ എതിരായ പ്രവർത്തനങ്ങളാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. കുടുംബത്തിന്റെ മധ്യത്തിൽ ആ കുടുംബം ആ ആഘാതത്തിൽ നിന്ന് ഇന്നും വിട്ടുമാറിയിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. അത് ഒരു സമുദായത്തിന്റെ പേരിൽ വെച്ചുകെട്ടുകയും കൂടി ചെയ്യുകയാണ്. സമുദായം നൂറ്റാണ്ടുകൾ പുറകോട്ട് പോകും. ആരാണ് ഉത്തരവാദി? അല്ലാഹുവിന്റെ ദീനല്ല, വേദഗ്രന്ഥവുമല്ല, പുണ്യപ്രവാചകനല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇത് വെച്ച് പിന്നെ മറ്റുള്ളവർ ഈ സമുദായത്തെ വിശദീകരിക്കുന്നു. ഇത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന പ്രധാന സമുദായം, സമരത്തിന്റെ സമുദായം. ഏറ്റവും വലിയ സമരങ്ങളുടെ ഏറ്റവും വലിയ നായകൻ സയ്യിദുനാ ഇബ്രാഹിം. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സമര നായകൻ സയ്യിദുനാ ഇബ്രാഹിം. ഒരാളോടൊട്ട് യുദ്ധം ചെയ്തിട്ടുമില്ല സയ്യിദുനാ ഇബ്രാഹിം. അതാണ് വലിയ അത്ഭുതം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദ് വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മാതൃക പിന്തുടരണം എന്ന് പറയുന്നു. ഇബ്രാഹിമാണ് ഏറ്റവും വലിയ സമരത്തിന്റെ ഏറ്റവും വലിയ സിമ്പൽ എന്ന് പറയുന്നു സയ്യിദുനാ ഇബ്രാഹിം. ഈ ഇബ്രാഹിം ആകട്ടെ ഒരാളോടും അതിക്രമം ചെയ്ത ആളല്ല. ഞാൻ വിശദീകരിക്കണില്ല. അല്ലാഹു നിങ്ങളെ മാധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. വസത്ത് എന്ന വാക്കിന് എല്ലാ വ്യാഖ്യാതാക്കളും കൊടുത്തത് അൽ അദിൽ, നീതിയുടെ സമുദായം എന്നാണ്. പക്ഷെ നമുക്ക് നല്ല മനസ്സ് തരട്ടെ. നോക്കൂ, എല്ലാവരും എൻ്റെ കൂടെ വരണം. നിങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് സാക്ഷികളാണ്. എല്ലാവരും നിങ്ങളെ കണ്ട് പഠിക്കേണ്ടവരാ, നിങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളേണ്ടവരാ. നിങ്ങളാരാ? ഉമ്മത്തുൻ വസത്താണ്, അഥവാ നിങ്ങൾ മധ്യ സമുദായമാണ്. അൽ വസത്ത് എന്ന വാക്കിന് എല്ലാവരും അൽ വസത്തു അൽ അദ്ലു എന്ന നീതിയാണ്. ഖുർആന്റെ ഏറ്റവും വലിയ നവോട്ടയാണല്ലോ ഖുർആന്റെ ഏറ്റവും വലിയ അലങ്കൃത അധ്യായം സൂറത്തുർ റഹ്മാൻ. എന്താ പറഞ്ഞത്? റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ميزان ألا تطغوا في الميزان. ആകാശങ്ങളിലേക്ക് നോക്കൂ. ആകാശങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണർത്തിയിട്ട് പറയുക. ആകാശങ്ങളിലേക്ക് നോക്കൂ. അവിടെ ഒരു അനീതിയും നടക്കുന്നില്ല. ആ അനീതിയിൽ അവിടെ നടക്കാത്തത് കൊണ്ടാണ് അവ കൊണ്ട് കോടാനക്കോടി നക്ഷത്രത്തിന്റെ അവിടെ ധാർമ്മികമായി അവ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭൂതലം മനോഹരമായി ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആകാശം നിങ്ങൾക്ക് പാഠമാണ് എന്ന് ഖുർആൻ പറയുന്നു. അർ റഹ്മാന്റെ ഏറ്റവും ഉന്നതമായ ഭാഗമാണത്.
സമാ റഫഅ